ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേണിംഗ് മൈൻഡ്. പുതിയൊരു മറ്റൊരു പ്രിഡിക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററുള്ള ജനറ്റിക് ഓഫ് ലൈഫ് അഥവാ ജീവിത മീനിങ് ജനിതകം അങ്ങനെ ഒരു ചാപ്റ്ററാണ്. ജനിതകത്തിന്റെ ഘടന അങ്ങനെ ഒരു ചാപ്റ്ററാണ്. അങ്ങനെ ഒരു ചാപ്റ്ററാണ് ജനറ്റിക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററിൽ നിന്നും ഓണപ്പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 15 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിപ്പിച്ചു പോയിപ്പോ അത്രയും ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ വേറൊരു ചാനലിൽ ഞാൻ തന്നിട്ടില്ല. ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും എക്സാമിന് എത്രയും മുമ്പ് പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി വരുമല്ലേ അറിയില്ല, നമുക്ക് നോക്കാം. സോ നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ജനറ്റിക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 3 ചോദ്യങ്ങൾ. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 3 ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്? ബേസിക് ആയിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് DNA ആണ്. DNA ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് ആണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ഉള്ളത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. DNA ഉള്ളത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. അടുത്തത് എന്താ? ദ 4 നൈട്രജൻ ബേസസ് ഇൻ DNA. 4 നൈട്രജൻ ബേസസ് ആണ് DNA ഉള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പൊ മറ്റേ ഈ ഒരു തൈമിനെ മാറ്റിയിട്ട് തൈമിനല്ലേ മാറ്റിയിട്ട് റിസൾട്ട് പഠിച്ചാൽ പഠിച്ചതാണ് പ്ലോട്ട്. ഓക്കെ, ഇനി എന്തുവാട്ടെ, ആ ഒരു DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ എന്ന് പറഞ്ഞാൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദി സെൽ കണ്ടെയ്ൻ ക്രോമസോംസ്? ഏത് പാർട്ടാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ക്രോമസോമുകളെ കണ്ടെയ്ൻ ചെയ്യുന്നത് അത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് ആണ് അതിനെ സെല്ലിന്റെ ഭാഗമാണ് ക്രോമസോമിൽ കാണുന്നത്. അപ്പൊ നെക്സ്റ്റ് ചോദ്യം, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യം. ഈ ഒരു ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ നോക്കാം. അതിലൊന്ന്, കമ്പയർ DNA-യും RNA-യും 2 പോയിന്റ് ഉൾപ്പെടുത്തണം. DNA എന്താണെന്നും RNA എന്താണെന്നും നോക്കാം. DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്. അവിടെ ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്. അതേപോലെ RNA എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ അവിടെ ഷുഗർ റൈബോസ് ആണ്. മറ്റേ ഡിയോക്സി റൈബോസ്, ഇവിടെ റൈബോസ് തന്നെയാണുള്ളത്. ഇരട്ട ഇഴകൾ മറ്റേ ഒറ്റ ഇഴയാണുള്ളത്. അതിനകത്ത് നോക്കാം, വാട്ട് ദ മെയിൻ ബൈ ദ ജീൻ റൈറ്റ് ഫംഗ്ഷൻ? എന്താണ് ജീൻ അതിന്റെ ഫംഗ്ഷൻ? ജീൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് DNA ക്യാരിങ് ഇൻസ്ട്രക്ഷൻ ഇൻ മേക്ക് ഓഫ് പ്രോട്ടീൻ. അത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആവശ്യമായ കാര്യങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ആദ്യം ഈ ഒരു ജീൻ എന്ന് പറഞ്ഞാൽ. ഇത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ നോക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമ്മുടെ നോട്ടൊക്കെ കിട്ടാൻ നമ്മുടെ കമ്മിറ്റിക്ക് ജോയിൻ ചെയ്യുക. പുതിയ സിലബസ് ആണ്. ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും കയ്യിൽ ഉണ്ടാകുന്ന ചെയ്യുന്ന കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചോദ്യങ്ങളുണ്ട്. ഞാൻ സെറ്റായി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആക്കുക. അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മിറ്റി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ചാനൽ കൂടുതൽ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര കാര്യം മാത്രം ചെയ്താൽ മതി. അടുത്തത് 3 മാർക്കിന്റെ 2 ചോദ്യങ്ങളിലേക്ക് നോക്കാം. 3 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് DNA വിത്ത് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു DNA സ്ട്രക്ചർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ അതിന്റെ ഡയഗ്രാമും പ്ലസ് അതിന്റെ ഡിസ്ക്രിപ്ഷനും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാണുന്ന ഈ ഒരു പോയിന്റുകൾ എഴുതി കൊടുത്താൽ അവിടെ 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. ഡിഫൈൻ ദ ടേംസ് DNA, ക്രോമസോം ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, എന്താണ് ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ഭാഗമാണ് ജീൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. അതേപോലെ ക്രോമസോം എന്ന് പറഞ്ഞാൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ക്യാരിങ് ജീൻസ്. പ്രോട്ടീൻ സിന്തസിസ് എന്ന പ്രോസസ് ഫോർമിംഗ് പ്രോട്ടീൻ യൂസിങ് ജനറ്റിക് ഇൻഫർമേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. ഇതാണ് 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ചോദ്യമാണ്. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ചോദ്യമാണ് കേട്ടോ. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ചോദ്യം നോക്കാം നമുക്ക്. എക്സ്പ്ലെയിൻ ദ സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് വിത്ത് ഇൻഡസ്ട്രേഷൻ. അതായത് പ്രധാനമായിട്ടും ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനുമാണ്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും, അതായത് മെസ്സേജ് RNA-യും mRNA-യും mRNA ഫോം DNA ന്യൂക്ലിയസ്. അതേപോലെ mRNA റീച്ച് റൈബോസോം ആൻഡ് ഹെൽപ്പ് ബിൽഡിംഗ് പ്രോട്ടീൻ യൂസിങ് tRNA ആൻഡ് RNA. അല്ലെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ പറയൂല. നിങ്ങൾക്ക് നോക്കാം. ചോദ്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടും. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാനറിയോ, ഈ ഒരു ഓണപ്പരീക്ഷയ്ക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ട് ചോദ്യം കാണാം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നിങ്ങൾക്ക് പഠിച്ചു വെച്ചോ. ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രോട്ടീൻ സിന്തസിസ് ഇനിഷ്യേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്താണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ, ബയോളജിയിലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും മെയിൻലി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. നമ്മൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കുറേ നേരം ലൈവ് എടുക്കുന്നത്. ഞാനേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒറ്റ ഇതിന്റെ ഒരു റിയാലിറ്റി പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കാണുന്നതൊന്നുമല്ല. ഞാൻ ഒറ്റ സ്ട്രെച്ചിലായി. ഉദാഹരണത്തിന് ഇതിനെ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8/2/2025 റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്.
ആ വീഡിയോ നമ്മൾ ഓരോ ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ റെക്കോർഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ലൈവ് വെള്ളം കാരണം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വിഷയമായി വരും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് കെമിസ്ട്രി ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ജനറ്റിക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും മോസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളുടെ സെറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം. സോ എല്ലാവർക്കും ബൈ, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഇത്രയും തന്നെ സജഷൻ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് എക്സാമിന് തലേന്ന് സബ്ജക്ട് ഓറിയന്റഡ് ക്വിക്ക് റിവിഷൻ ഒക്കെ നടത്തണം. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.